കുറച്ചധികം ദിവസമായിട്ട് അമ്മ പറയുന്നുണ്ടായിരുന്നു നമുക്കൊന്ന് ഏഴിമല വരെ പോയിട്ട് വന്നാലോ എന്ന്. പക്ഷെ എപ്പം പോകണമെന്ന് പ്ലാൻ ചെയ്താലും എന്തെങ്കിലുമൊക്കെ മുടക്ക് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് എല്ലാവരും ഒരുമിച്ചുണ്ടായ ഒരു ദിവസം നോക്കിയിട്ട് വൈകുന്നേരം നമ്മൾ ചെറുതായിട്ടൊന്ന് പയ്യന്നൂരെല്ലാം പോയി കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. കണ്ണൂർക്കാരിയായിട്ടും ഏഴിമലയിൽ ഇതുവരെ പോയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ആഞ്ജനേയന്റെ പ്രതിമ വരെ കാണുന്നത്. മുകളിലൊരു വലിയ ഹനുമാനും താഴെ ഈ കുഞ്ഞു ഹനുമാൻ. അങ്ങനെ നമ്മൾ ഹനുമാന്മാരെല്ലാം കണ്ട് നേരെ പോയത് എട്ടിക്കുളം ബീച്ചിലേക്കാണ്. ഇത് എല്ലാവർക്കും ഒരു സംഭവമായിരിക്കും. ബീച്ച് കാണുമ്പോൾ ഈ തിരയടിക്കുന്ന കാണുമ്പോൾ മൈൻഡ് ഭയങ്കരമായിട്ട് അങ്ങ് റീഫ്രഷ് ആവും. അങ്ങനെ ബീച്ചിൽ നിന്ന് കുറച്ച് കടലിൽ നിന്ന് തിരമാല എണ്ണീറ്റ് നമ്മൾ കുറച്ച് നേരം ആടെ ഒന്ന് വൈബടിച്ച് അതിനുശേഷം നല്ല വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ നേരെ നമ്മൾ പയ്യന്നൂരിലെ ജഫ്രൻ റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടു. കൂട്ടത്തിൽ സൂപ്പ് ഇഷ്ടമുള്ള രണ്ട് വ്യക്തി ഞാനും അമ്മേച്ചി മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോൾ പുറത്തു പോയാലും സൂപ്പ് കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ക്രീം ഓഫ് ചിക്കൻ സൂപ്പാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. പിന്നെ ബട്ടർ ചിക്കനും ബീറ്റ് പൊറോട്ടയും നോർമൽ പൊറോട്ടയും അതുപോലെ തന്നെ അൽഫാമിൽ നോർമൽ അൽഫാമും പെരി പെരി അൽഫാമും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുന്നേ ഞാൻ ഇവിടെ വന്നിട്ട് ഇവരെ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അൽഫാമും നല്ല ഉണ്ടായിരുന്നു. പെരി പെരി പിന്നെ പേര് പോലെ തന്നെ അത്യാവശ്യം നല്ല എരിവും ഉണ്ടായിനി. പിന്നെ അവസാനമായിട്ട് ഒരു ലൈം ജ്യൂസും കുടിച്ചു. ഫുഡെല്ലാം കഴിച്ച് നല്ല എരിവുണ്ടായതുകൊണ്ട് നമ്മൾ നേരെ മോളുടെ താഴെ സ്മൂച്ചോയിലേക്ക് പോയി. ഞാനൊരു ചോക്ലേറ്റ് ഫാൻ അല്ലെങ്കിലും ഒരു ബക്കറ്റ് നിറച്ച് ചോക്ലേറ്റ് കൊണ്ട് കൊടുത്തില്ല അത് മൊത്തം കുടിച്ച് തീർക്കുന്ന ആളാണ് എൻ്റെ സിസ്റ്ററിൻലോ. ഒരു സ്ട്രോബെറി കുനാഫ ചോക്ലേറ്റും ഒരു ഹേസൽനട്ട് ചോക്ലേറ്റും ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായത്. ഒറ്റ ബൈറ്റിൽ തന്നെ ഞാൻ മൊത്തമായിട്ട് സൈഡായിട്ടുണ്ടായി. ബാക്കി അവരെല്ലാവരും കൂടി കഴിച്ചു. അപ്പം ശരിടാ, ബൈ.